എൻ്റെ മുന്നേ മക്കളെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏത് വിശ്വസിക്കണോ ഏത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂമറുകളിൽ ഏതെങ്കിലുമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ സത്യമായ ഭാഗ്യം എന്ന് പറയും. ഇവിടെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു എക്സ്ചാനലിലാണ് ഇത് സംബന്ധിച്ച് ആദ്യം ഒരു സാധനം വന്നത്. പിന്നെ കുറേ ആളുകൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ട് റിന്യൂയിങ് രാഹുൽ കെ പീസ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെ പി ആയിട്ടുള്ള കോൺട്രാക്ട് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ കെ പിയുടെ ഏജന്റ് മറ്റു ചില ISL ക്ലബ്ബുകളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളും തെറ്റായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ സാക്ക് ചെയ്യാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് ഇവരാണ് ആദ്യം പുറത്തേക്ക് വിട്ടത്. ചവറ്റുകുട്ടയിൽ എറിയാൻ മാത്രം യോഗ്യത മാത്രമുള്ളതാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ബിലോങ്സ് ടു ഡസ്റ്റ്ബിൻ എന്നാണ് പുള്ളി എന്ന് പറഞ്ഞത്. അതേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചവറ്റുകുട്ടയ്ക്ക് വിധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഹാൻഡിലിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല, മറ്റു ക്ലബ്ബുകളായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു